ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റൌഫ്. ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറബിക് മന്തിയുടെ റെസിപ്പിയാണ്. ഇത് ഞാൻ ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാൻ ഇവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കിയാലോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ 1 കിലോഗ്രാം സെല്ല ബസ്മതി വെച്ചിട്ടാണ് ഇന്ന് മന്തി ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു ഗോൾഡൻ റൈസാണ് നിങ്ങൾ മന്തി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഈ ഒരു രീതിയിലുള്ള റൈസ് ഉപയോഗിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിനെ നമുക്കൊരു 3-4 തവണ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 40 മിനിറ്റോളം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള മസാല ചിക്കനിലോട്ടൊന്ന് പിടിപ്പിച്ചൊന്ന് മാറ്റി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 മാഗി ക്യൂബ് മിക്സിയുടെ ചെറിയ ജാറിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 6 വെളുത്തുള്ളിയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് കുറച്ച് മസാലപ്പൊടികൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്തത്. ഇങ്ങനെ ചേർത്താൽ നല്ലൊരു കളറാവട്ടെ, അതിനും വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഇതിലോട്ടായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിൽമ നെയ്യാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. നെയ്യ് തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓയിൽ ചേർത്താൽ അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതോടൊപ്പം നമുക്ക് കുറച്ചൊരു ഫുഡ് കളർ കൂടി ഇതിലോട്ട് ആവശ്യമുണ്ട് കേട്ടോ. ഒരു പിഞ്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കണം, നല്ലൊരു കളർഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഞാനിവിടെ ഒരു ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ മന്തി മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഇതിലോട്ടായിട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതിലോട്ട് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ അരച്ചെടുക്കാനായിട്ട്. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങൾ അരച്ചെടുത്ത് മാറ്റി വെക്കാനായിട്ട്. ഞാനിവിടെ 2 കിലോഗ്രാം ചിക്കൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. റൈസ് 1 കിലോഗ്രാമാണ് ഉപയോഗിക്കുന്നത്. ചിക്കൻ അധികം ചിലവാകും, അതുകൊണ്ടാണ് ഈ രീതിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കിലോഗ്രാം വീതമുള്ള ഫ്രോസൺ ചിക്കനാണ് ഉപയോഗിക്കുന്നത്. ഫ്രോസൺ ചിക്കൻ ഉപയോഗിക്കുകയാണ് മന്തിക്ക് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനെ ഞാനൊരു വലിയൊരു ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഈ മസാലക്കൂട്ട് പുരട്ടി നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കി എടുക്കണം. എന്നിട്ടൊരു 20 മിനിറ്റോളം നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. നിങ്ങൾ ഫ്രഷ് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ ഈ സമയം ഇതിലോട്ട് കുറച്ചൊരു നാരങ്ങനീര് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഇതിനെ ഒരു 2 മണിക്കൂറോളം നിങ്ങളൊന്ന് ഫ്രിഡ്ജിലൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാൽ നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഈ സമയം ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് ഇതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ്. ഞാനിവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയൊരു പാനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതുപോലെയുള്ളൊരു പോട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിലോട്ട് ഞാനൊരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒലീവ് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. 2 ഉപയോഗിച്ചാലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കിത് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടായി ആദ്യം തന്നെ ആഡ് ചെയ്യേണ്ടത് നല്ല ജീരകമാണ്. ഏകദേശം 1 ടീസ്പൂണോളം നല്ല ജീരകം ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പെരിഞ്ജീരകം ഒരു 3/4 ടീസ്പൂണോളം പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുരുമുളകാണ്. കുറച്ചൊരു 10 മണിയോളം കുരുമുളക്. ഇനി നമുക്ക് തക്കോലം ബ്ലാക്ക് ലെമൺ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ബേ ലീഫ് 2 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ടുള്ള മല്ലി ഒരു 1/2 ടീസ്പൂണോളം മല്ലിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 4 ഏലക്ക, അതുപോലെ തന്നെ 4 ഗ്രാമ്പു, 2 കഷ്ണം പട്ട കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞ് നന്നായിട്ട് ഇതിനെ ഒന്ന് മൊരിച്ചെടുക്കണം. ഈ സമയം നിങ്ങളിതിനെ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇത് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ നമ്മുടെ ഈ ഒരു മന്തിയുടെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സമയം നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. ഈ സ്പൈസസിൻ്റെ ഫ്ലേവർ എല്ലാം ഈ എണ്ണയിലോട്ട് നല്ല രീതിയിൽ വന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ സമയം തന്നെ ഞാൻ ഇതിലോട്ടൊരു 6 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത്
ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. മൊരിഞ്ഞ് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടുമൊന്നും വേണ്ട, ഒന്ന് വാടി നല്ലൊരു ടേസ്റ്റായി വരണം. അതുപോലെ തന്നെ ഇതുപോലെ ഒരു സവാള ഞാനൊന്ന് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം, അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ക്യാപ്സിക്കം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ. ഞാനത് ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു രീതിയിലാണ്, ഇത് തന്നെ നല്ല ടേസ്റ്റ് ആവും ഉണ്ടാക്കി കഴിയുമ്പോൾ കേട്ടോ. ഇതുപോലെയാണ് ഞാൻ മസാല ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലോട്ട് നിരത്തി വെച്ച് കൊടുക്കണം. ഒന്നിന് മുകളിലായിട്ട് ഒന്ന് വെക്കരുത്, ആ ഒരു രീതിയിൽ ചെയ്യരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം ചെയ്തെടുക്കാൻ, പരത്തി വെച്ച് കൊടുക്കുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഇത് വെന്ത് കിട്ടും കേട്ടോ. ഇത് ഞാനൊരു ഫ്രൈ ചെയ്ത നല്ലൊരു സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്യുക എന്ന് പറയും, ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ അടച്ച് വെക്കുക, എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പം ഞാനൊരു 15 മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷം ഈ പോട്ടൊന്ന് ഓപ്പണാക്കി ഈ ചിക്കനെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് ഇതിൽ നിന്നെല്ലാം നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രോസൺ ചിക്കൻ ആയത് കാരണം തന്നെ നമുക്കിതിലോട്ട് വെള്ളം ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയം ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ് അതുപോലെ തന്നെ പുതിനയിലയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്ത് വീണ്ടും അടച്ച് വെച്ച് വീണ്ടും ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്, മറിച്ചിടുന്നില്ല. ചില കഷ്ണങ്ങളൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ചില ഭാഗങ്ങളൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് തുറന്നിട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. തുറന്നിട്ടിട്ട് നമുക്കൊരു 15 മിനിറ്റോളം വീണ്ടും നന്നായിട്ട് സോഫ്റ്റായി കിട്ടുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ സമയം തന്നെ ഞാനിവിടെ അടുപ്പിൽ കുറച്ച് വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ചധികം വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ സ്പൈസസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ എല്ലാം കറക്റ്റ് മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതിയേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കതിലോട്ട് ഒരു ചെറിയൊരു കഷ്ണം മാഗി ക്യൂബും ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ മന്തി മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഓപ്ഷണലാണ്, ഇത് ചേർക്കേണ്ടവർക്ക് ചേർക്കാം. നല്ലൊരു ടേസ്റ്റ് ആവട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ. എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ ഇതിനെ തിളപ്പിച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഞാനിതിലോട്ട് നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള അതുണ്ടല്ലോ, അത് നന്നായിട്ട് ഡ്രൈൻ ചെയ്തെടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇതിനെ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 70% വരെ കുക്കായി കിട്ടുന്നത് വരെ നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കണം. നമ്മുടെ ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം ഞാനിത് ഈ പോട്ടിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. ഓരോ പീസസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ മാറ്റിയെടുക്കണം. ചിക്കൻ സ്റ്റോക്ക് ഒരു പാത്രത്തിലോട്ടും ചിക്കനെ വേറൊരു പാത്രത്തിലോട്ടും ആയിട്ട് ഞാനിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതേ പാനിൽ തന്നെയാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതേ പോട്ടിൽ വെച്ചിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഈ റൈസ് ഒരു 3/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനെ ഞാൻ ഈ കാണുന്ന രീതിയിൽ പകുതി ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് പകുതി ഭാഗം സ്റ്റോക്ക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് വീണ്ടും റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ റൈസ് കഴിക്കാനായിട്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ആയിരിക്കും കേട്ടോ. ഈ സമയത്ത് നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു 4 പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ വെന്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും. എന്നിട്ട് നമുക്കിതിൻ്റെ സൈഡിലോട്ടായിട്ട് വേണം ചിക്കൻ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാൻ. ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കുക. ചാർക്കോൾ ഒന്ന് പുകയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. ചാർക്കോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ആഡ് ചെയ്ത് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിലും കൂടി ഇറ്റിച്ച് കൊടുത്ത് എന്നിട്ട് നമുക്കിത് അടച്ചു വെക്കുക. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ദം ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പം നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും ആവും നമ്മുടെ ഈ ഒരു മന്തിക്ക്. ആ ഒരു ജീരകത്തിൻ്റെ സ്മെല്ലുണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ട് മുന്തി നിൽക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിപ്പോൾ അരമണിക്കൂറോളം ഇതിനെ ദം ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് പൊട്ടിച്ചു. ഇത് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് ഈ ചിക്കൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ചിക്കൻ മന്തി ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റായിട്ട് ടേസ്റ്റി ആയിട്ട് വീട്ടിൽ മന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ.
ഇനി നമുക്ക് ഈ റൈസ് എല്ലാം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഞാനിവിടെ കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ ചേർത്തിട്ട് ഇവിടെ കുറച്ച് റൈസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ സമയത്താണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ആഡ് ചെയ്യാൻ. കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്തിട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ കാണാൻ നല്ലൊരു ഭംഗിയാവും അത് സെർവ് ചെയ്യുന്ന സമയത്ത്. ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഗ്രീൻ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ മന്തിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിത് ടൊമാറ്റോ ചട്നിയുടെ കൂടെ, ഗാർലിക് സോസിൻ്റെ കൂടെ, അല്ലെങ്കിൽ മയോണൈസിൻ്റെ കൂടെ എല്ലാം സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറബിക് ഡിഷാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള അറബിക് മന്തി ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്